അത് കേരളത്തിൽ ക്ഷേമം പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തിലേറെ വരുന്ന പാവപ്പെട്ട മനുഷ്യരെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ നിലയിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ കേരളമാണ് ആദ്യം പരിചയപ്പെടുത്തിയത് തന്നെ. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അത് കിട്ടുന്ന തരത്തിൽ അതിസാധാരണക്കാരായ വയോജനങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു പദ്ധതി എന്നുള്ള നിലയിൽ സമഗ്രമായിട്ട് നാനാ മേഖലകളിൽ കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇടതുപക്ഷം വരുമ്പോഴാണ് ആ ക്ഷേമ പ്രവർത്തനങ്ങൾ യഥാസമയം പരിഷ്കരിക്കുകയും അതിൻ്റെ തുക വർദ്ധിപ്പിക്കുകയും കൃത്യതയോടുകൂടി വിതരണം ചെയ്യുകയും ചെയ്തു പോന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കൊടുക്കാതിരുന്നതാണ്. ആ പാർട്ടിയെ പ്രതികരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഒരു കാലത്തും ഒരു സന്ദർഭത്തിലും ഈ പെൻഷൻ പദ്ധതിയെ അനുകൂലിച്ചിട്ടില്ല. ഇതൊരു ധൂർത്താണ് എന്നാണ് പെൻഷൻ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. ആ പണ്ട് പറഞ്ഞതിൻ്റെ ഒരു പുതിയ ആവർത്തനമാണിത്. ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കുറച്ച് മാസത്തെ പണം കൊടുക്കാനുണ്ടായിരുന്നു. കാരണം ഇത് കേന്ദ്രം യഥാസമയം പണം തരാത്തതിൻ്റെ ഭാഗമായി കേരളം അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി 4-5 മാസത്തെ പണം കൊടുക്കാതിരുന്നപ്പോൾ വലിയ കോലാഹലം ഉണ്ടാക്കുകയും കോൺഗ്രസ്സുകാർ തന്നെ അതിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. ഇപ്പം അന്ന് അവർ മുന്നിൽ നിർത്തിയ ഒരു മാന്യയായ വനിത, പ്രായമായ ഒരു വനിതയായിരുന്നു അവരിപ്പോൾ BJP പോയത് ഈയിടെ കാണുന്നുണ്ടായി ആൾക്കാർ. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇതൊരു കളിതമാശ പോലെയാണ് ഈ വിഷയം. ഗൗരവത്തോടുകൂടിയല്ല അവരിതിനെ കാണുന്നത്. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ ഏത് നല്ല കാര്യത്തെയും ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുക. അതിലെവിടെയെങ്കിലും ചെറിയ പിശക് വന്നാൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ അതിനെ ഉപയോഗിക്കുക. ആ നിലയിലുള്ളൊരു പ്രവർത്തനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപക്വമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പട്ടികയിലേക്ക് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം വരുന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ പ്രസ്താവന. കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും കാര്യങ്ങളിൽ വ്യക്തതയില്ലായ്മയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്താവനകളുടെ അകമ്പടിക്കാരായിട്ട് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്ന് വേണം ഇതിന്ന് മനസ്സിലാക്കാൻ. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ ഈ സമീപനത്തോട് കൃത്യമായി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാവങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന അത്യന്തം പ്രതിഷേധാർഹമായ ഒരു പ്രവർത്തനമാണ്, ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്.